ഹലോ മലയാളീസ് എന്നാണ്ട്. അപ്പം ഇത് നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമുക്ക് പുതിയ 2 ഹോട്ട് വീൽസ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം 1:43 സ്കെയിലിൻ്റെയും മറ്റേ നമ്മൾ സാധാരണ മേടിക്കുന്ന ഉള്ള ഹോട്ട് വീൽസും. ഒന്ന് 1:43 പ്രീമിയം വെർഷനും മറ്റേ നമ്മൾ സാധാരണ ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം വെർഷനും നമുക്ക് കിട്ടിയേക്കുന്നത്. എന്തായാലും നമുക്ക് അൺബോക്സിലേക്ക് കടന്നാലോ. അപ്പോൾ ഇറ്റ്സ് മീ ഷാരോൺ. വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് പൊട്ടിക്കാനുള്ള 2 സാധനങ്ങളാണ്. ഒന്ന് ഇത് ജീപ്പ് റാംഗ്ലറും പിന്നെ മറ്റേ ഇതാണ് 1:43 നമ്മൾ ഇതുവരെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഈ സാധനം, ഈ മോഡൽ. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പം എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ജസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ജീപ്പ് റാംഗ്ലർ, റൂബിക്കോണിൻ്റെ ഈ സാധനം, പിന്നെ നമ്മുടെ സാധാരണ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം. നമുക്ക് ആദ്യം നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പം ക്യാമറ കണ്ണുകൾ നേരെ താഴേക്ക് പോവുക. ഓക്കെ, സാധാരണ രീതിയിൽ ഞാൻ കടിച്ചു പറിച്ച് പൊട്ടിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് മാന്യമായിട്ട് പൊട്ടിക്കാം, അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കടിച്ചു പറിച്ച് പൊട്ടിക്കുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് പെട്ടെന്ന് സാധനം കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയും കൊണ്ടാണ് കടിച്ചു പറിച്ച് പൊട്ടിക്കുന്നത്, അല്ലാതെ വേറൊരു ദുരിദോഷം കൊണ്ടുമല്ല. എന്തായാലും നമുക്ക് ഇന്ന് ഞാൻ നോർമൽ രീതിയിൽ പിടിച്ചിരിക്കുന്നു. ഓക്കെ, യാ പൊന്നടവേ നോക്കിയേ, ഐറ്റം നോക്കിയേ, ഐറ്റം അടിപൊളി സാധനമുള്ള. എൻ്റെ കർത്താവേ, ഇത് ലാൻഡ് റോയ്സ് ആണേ. അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കി പുറയിൽ അതിൻ്റെ നമ്പർ സഹിതം. ഓക്കെ, കാണാവോ, ഫോക്കസ് ആവുന്നുണ്ടോ? നമ്പർ സഹിതം കൊടുത്തിരിക്കും. എന്തായാലും ഞാൻ നിങ്ങളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ പ്രീമിയം ഐറ്റം. ഇതിലും ഈ സീരീസിൽ 4 എണ്ണമാണ് വരുന്നത്. ഈ 4 എണ്ണമാണ് ഈ സീരീസിൽ വരുന്നത്. ഇതിൽ ഒരെണ്ണം നമ്മുടെ ഇരിപ്പുണ്ട്, ഈ സാധനം നമ്മുടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റാക്കുന്ന സാധനമാണ് ഇത്. നോക്കി ഇതിൻ്റെ ഡീറ്റെയിലിങ് നോക്കി. ടയർ ഇത് റബ്ബർ കേട്ടോ, ഈ 4 ടയർ റബ്ബറാണ്. നമുക്കിതിലിങ്ങനെ പൊളിച്ചെടുക്കാം. ഇതിൽ നമുക്കിത് പൊളിച്ചെടുക്കാം. ഇത് 4 ടയർ റബ്ബറാണ്. വെയിറ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഹോട്ട് വീൽസിൻ്റെ, അതായത് മെയിൻ ലൈനേക്കാളും നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് ഹോട്ട് വീലിൻ്റെ ഒരു മോഡലാണ്. ഇതിനേക്കാളും നല്ല വെയിറ്റ് ഉണ്ട്. എങ്ങനെ വെയിറ്റ് വരായിരിക്കും? കാരണം ഇത് പ്രീമിയം അല്ലേ. ഡോറൊക്കെ പക്ക ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പുറകിൽ നമ്പർ കൊടുത്തിരിക്കുന്നു, ഗ്ലാസ് കൊടുത്തിരിക്കുന്നു, ഡോറ് കൊടുത്തിരിക്കുന്നു. മുകളിൽ ഇത് പ്ലാസ്റ്റിക് ആണോ? അല്ല, ഇത് മെറ്റലാണ്. ഇത് മെറ്റലാണ്. അടിയിലെ മെറ്റലാണ്. അടി ഫുൾ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നു. ഇത് പക്ക ക്വാളിറ്റി തന്നെ. നോക്കി എൻ്റെ പൊന്നടവേ ഓടിപ്പോകുന്നില്ല. അടിപൊളി. എന്തായാലും സാധനം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അങ്ങനെ നമ്മുടെ കളക്ഷനിലേക്ക് ലാൻഡ് റോയ്സും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സാധനം പിടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് കണ്ടില്ലേ. ഇനി നമുക്ക് 1:43 സ്കെയിലിൻ്റെ ഇവനെ അൺബോക്സ് ചെയ്ത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത്. ഈ മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഈ സൈസുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു പരാതിയാണ്, ഈ കവറ് കളയരുതെന്ന്, കീറിപ്പറിച്ച് കളയില്ലെന്ന്. കാരണം ഞാൻ സാധാരണ കീറിപ്പറിച്ച് നടക്കുന്നത്. പേടിക്കേണ്ട മാണേ മക്കളാ, ഇത് നമുക്ക് കീറിപ്പറിച്ചിൻ്റെ ആവശ്യമില്ല. ഇത് നേരെ ചുവേ കണ്ടിച്ചെടുത്ത് നമുക്ക് സാധനം എടുത്ത് നോക്കിയിട്ട് തിരിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാനുള്ള റീസൈക്കിൾ കവറാണ് ഇത്. എന്തായാലും എനിക്കിത് പൊട്ടിച്ച് നോക്കാൻ തുറയാവുന്നു. എന്തായാലും നമുക്കിത് പൊട്ടിച്ച് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം വീണ്ടും ക്യാമറ കണ്ണുകൾ താഴേക്ക്. ഓക്കെ, ഇതിൻ്റെ 4 മൂലയിലും സെലോട്ട് വെച്ച് ഒട്ടിച്ചേക്കാണ് അവർ. അത് നമുക്ക് നേരെ എന്ന് കണ്ടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ കവർ ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും നമുക്കത് കണ്ടിച്ചെടുക്കാം. യെസ്, കണ്ടിച്ചിരിക്കുന്നു. തുറക്കാം അതൊക്കെ. ഇതിൽ ഈ സീരീസിൽ പെട്ട 4 എണ്ണമാണുള്ളത്. ഈ 4 എണ്ണം. അതിൽ നമ്മൾ ജീപ്പ് റാംഗ്ലറാണ് മേടിച്ചിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ അകത്ത് വേറെ 3 കൂടെ ഉണ്ട്. ഹോണ്ട സിവിക് ഉണ്ട്, പോർഷെ 911 ഉണ്ട്. ഇത് ഞാൻ തപ്പിയായിരുന്നു, പക്ഷേ പോർഷെ 911 ഞാൻ അവിടെ കണ്ടില്ല. എന്തായാലും ഈ സാധനം നമുക്ക് മാറ്റി വെക്കാം. എന്തൊട്ടിരിക്കട്ടെ, നമുക്ക് നമ്മുടെ ജീപ്പുട്ടൻ എടുക്കണ്ടേ. ജീപ്പുട്ട ജീപ്പുട്ട ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കാം സുഹൃത്തുക്കളെ, പുറത്തേക്ക് ഇത് മാറ്റി വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ആ ജീപ്പ്. ഓ എൻ്റെ പൊന്നാട പോയി പിടിച്ച് നോക്കുമ്പോൾ ഫീലുണ്ടല്ലോ, അടിപൊളി. എന്തായാലും നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. വാ, ഇതാണ് നമ്മുടെ 1:43 റൂബിക്കോൺ. എൻ്റെ പൊന്നാട പോയ കളർ നോക്കിയ പച്ച കളറ്. റൂബിക്കോണിൻ്റെ എടുത്ത് നിൽക്കുന്ന മെയിനായിട്ടും എടുത്ത് നിൽക്കുന്ന കളറാണ് ആ ഗ്രീൻ കളർ. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു മിക്സിങ് കളർ. അതിൻ്റെ അലോ വീൽസ് നോക്കി, ശരിക്കും അലോ വീലിലൊക്കെ പക്ക ഗോൾഡൻ ടൈപ്പ് ടയർ. റബ്ബർ ടയർ ഊരിയെടുക്കാം, പക്ഷെ ഭയങ്കര ഇതാണ്. എക്സോസൊക്കെ നോക്കി ഇതാണ് ടൈപ്പ്. നോക്കി ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നുണ്ട്. എന്ത് പക്ക ഡീറ്റെയിലിംഗ് നോക്കി. ഇവിടെ ജീപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ജീപ്പിനോട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൂബിക്കോൺ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ ലൈറ്റ് കൃത്യം ഗ്ലാസ് ടൈപ്പ് തന്നെ കേട്ടോ ലൈറ്റും കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിലും നമ്പർ പ്ലേറ്റും കൂടെ കൊടുക്കായിരുന്നു, പുറകിൻ്റെ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ മറ്റേ കന്നാസ്, പക്ഷേ ഇത് ഇച്ചിരി വലുതായി പോയോ ചെറിയ ഡൗട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്. നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. എൻ്റെ പൊന്നടവേ അടിപൊളി. നമുക്ക് അകത്തുള്ള സകല സാധനങ്ങളും കാണാൻ സാധിക്കുന്നു. നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ മേടിച്ചതാണ് ഈ സ്കെയിൽ 1:43. സാധാരണ ഞാൻ ഹോട്ട് വീൽസിൻ്റെ ആ സൈസ് മാത്രം മേടിക്കാറുള്ളൂ സ്കെയിൽ മോഡൽ. ഇതിപ്പോൾ ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ഡോറിൻ്റെ ഒക്കെ ആ ലോക്ക് നോക്കി, ഈ പക്ക ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ഈ ലോക്ക്, ഇവിടുത്തെ ഇത് ഗ്ലാസ്, പിന്നെ ഇവിടെ വേറെ എവിടെയെങ്കിലും ലോക്ക് കൊടുക്കണം. പെട്രോൾ ടാങ്ക്, ബ്രേക്ക് ലൈറ്റ്, അടിപൊളി. പക്ക ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ഡീറ്റെയിലിങ്. ഉരുണ്ട് പുറത്തെടുക്കുന്നത് എന്ത് വടി കാണുന്നേ. എൻ്റെ ഒരു ജീപ്പ് ഇവിടെ താറിരിപ്പുണ്ട്. അതെനിക്ക് ഇതുപോലെ മോഡിഫൈ ചെയ്യണമെന്നാണ് ആഗ്രഹം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തിറക്കിയാൽ പെറ്റടിക്കാൻ മാത്രമേ സമയം കാണുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യണമെന്നുണ്ട്. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ വേണം ചെയ്യാൻ. എന്തായാലും ഈ പരിപാടി കൊള്ളാം. നമുക്കിതിൻ്റെ കവർ കളയണ്ട കേട്ടോ. അത് നമുക്ക് ഇന്നത്തെ ഡേറ്റും വർഷവും എഴുതി സൂക്ഷിച്ച് വെക്കാം. കാരണം എത്ര വർഷം കഴിഞ്ഞാണ് പിന്നെ കവർ പുറത്തേക്ക് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്തേക്കാം. പിന്നെ എത്രയാ ഡേറ്റ്? ഇന്ന് ഡേറ്റ് 29 അല്ല, ഇന്ന് 30 സെപ്റ്റംബർ 2025. ഇത് നമുക്ക് ആ കവറിൻ്റെ അകത്ത് ഇത് സൂക്ഷിച്ച് വെക്കാം. കാരണം പിന്നെ ഇനി എപ്പോഴാണ് ഇനി വണ്ടി ഈ കവർ പിന്നെ എപ്പോഴാണ് ഇനി പുറത്തേക്ക് എടുക്കുന്നത് പറയാൻ പറ്റില്ല. എന്തായാലും സാധനം കൊള്ളാം, അടിപൊളി സെറ്റ്. അപ്പോൾ ഇനി നേരെ തിരിച്ച് ആ കവറിൻ്റെ അകത്തേക്ക്, വണ്ടി ഇപ്പോൾ കവറിൻ്റെ അകത്ത് വയ്ക്കുകയല്ല, ഈ പേപ്പർ സാധനങ്ങൾ മാത്രം തിരിച്ച് കവറിൻ്റെ അകത്ത് വെച്ചിരിക്കും. എന്നിട്ട് നമ്മളിനി ഈ സാധനം സൂക്ഷിച്ച് നോക്കും കേട്ടോ. എന്തായാലും സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത 2 മോഡൽസാണ് ഇവന്മാർ. അപ്പം ഇവരിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇതാണോ അതോ ഇതാണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് വീണ്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്മി ഷാരോൺ, ബൈ.